ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ ധന്യനാമത്തിൽ നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി കൂടി അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വചനം ഇപ്രകാരം പറയുക, 17-ാമത്തെ അധ്യായം 20-ാം തിരുവചനം: അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ പറയുക, ഈ ശിഷ്യഗണത്തിന് വേണ്ടി മാത്രമല്ല പിതാവെ ഞാൻ പ്രാർത്ഥിക്കുക, ഇവരുടെ വചനപ്രഘോഷണം മൂലം ആരൊക്കെ അങ്ങിലേക്ക് കടന്നു വരുന്നു അവരെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. നിൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ആ ഒരു ആനന്ദം ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നിന്നെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവെ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ വ്യക്തിക്ക് വേണ്ടി കൂടി നീ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥനയുടെ ഫലങ്ങളെല്ലാം, ഐക്യത്തിൻ്റെ ഫലങ്ങൾ ഈ വ്യക്തിയിൽ നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ നീ പ്രത്യേകമായിട്ട് എടുത്തുയർത്തണമേ. എല്ലാ തരത്തിലും സംരക്ഷണവും അനുഗ്രഹവും നൽകിയ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല.